ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം ടു സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സ്ത്രീധനമേ വേണ്ട, തരുന്ന സാധനങ്ങൾ അനുവിന്റെ പേരിൽ തന്നെ ഇരുന്നോട്ടെ. കാറ് ബാലം തരുന്നപ്പോ അത് അനുവിന്റെ പേരിൽ എടുത്താൽ മതി. 10 ലക്ഷം രൂപ തരാന്ന് പറയുമ്പോ അത് അനുവിന്റെ പേരിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ ഇട്ടാൽ മതി. അല്ല, ഒരു 70 പവൻ സ്വർണം തരാന്ന് പറഞ്ഞപ്പോ അതും അനുവിന്റെ പേരിൽ ലോക്കറിലിട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്ന ജീവന്റെ സ്വഭാവം, തനി സ്വഭാവം എന്ന് ആകാശും ആര്യനും കൂടി മനസ്സിലാക്കാട്ടോ. അവരിങ്ങനെ 1 കോടി രൂപ വീട്ടിലെ നഷ്ടപരിഹാരം ചോദിച്ചു എന്ന് പറയുമ്പോ തന്നെ 1 കോടി എന്ന് കേൾക്കുമ്പോ തന്നെ ജീവന്റെ കണ്ണ് തള്ളി പോവാട്ടോ. ജീവൻ പറഞ്ഞിട്ട് അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല, എനിക്ക് തിരക്കുള്ള സമയത്താണ് നിങ്ങൾ കാണണോന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഓടി വന്നത്. പിന്നെ എനിക്ക് വേറൊന്നും സംസാരിക്കാനൊന്നുമില്ല ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ട് ജീവൻ അവിടെ നിന്ന് പോവാണ്. ജീവൻ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ആകാശ് ആര്യനോട് പറയണ്ട്, എടാ ആര്യ, നീ അല്ലേ പറഞ്ഞ ജീവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നു, ഇതിപ്പോ അമ്മ അച്ഛനേക്കാളും കഷ്ടമാണല്ലോ ഇവൻ എന്ന് പറയുമ്പോൾ അതേ ഏട്ടാ, ഞാനും അതാ ആലോചിക്കണത്. ഇയാളന്ന് വീട്ടിൽ വന്നപ്പോഴേക്കും സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നു. ഏട്ടൻ പ്രത്യേകം പറയുകയും ചെയ്തില്ല അയാളുടെ ഇപ്പോൾ നമ്മുടെ വീട് തന്നെ പോവും, നമ്മുടെ കൈവിട്ട് പോകും, നമുക്ക് ജീവിക്കാൻ വേറെ ഒരു വഴിയില്ല എന്ന് പറഞ്ഞിട്ട് പോലും അയാൾക്കൊരു കുലുക്കോ ഇല്ലല്ലോ ഏട്ടാ എന്ന് പറയുമ്പോ അതേടാ, ഇത്രയൊക്കെയുള്ള ആൾക്കാരുടെ സ്വഭാവം കണ്ടില്ലേ, പണം എന്ന് പറയുമ്പോ കണ്ണ് തള്ളി, അല്ലെങ്കിൽ വിവാഹം നടക്കാൻ വേണ്ടി ഇവര് വെറുതെ അഭിനയിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആ സ്ത്രീ നമ്മുടെ വീട്ടിൽ നിന്ന് ഇത്രയോ ആട്ടം ആടോ, ആ സ്ത്രീയുടെ കൂടെ ആട്ടം ആടാണ്ട് അവരുടെ ഭർത്താവോ. ഇപ്പൊ ജീവന്റെ സ്വഭാവം കണ്ടില്ലേ, ഇവരെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഒരു കണക്കിന് നമ്മുടെ അനുമോൾ ഇവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു, പക്ഷെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് പോയത് അലോകിന്റെ അടുത്തായി പോയി, അതാണ് വിഷമം. അവളേത് നല്ല പയ്യന്റെ കൂടെ പോയെങ്കിൽ പിന്നെ ഇത്ര വിഷമം ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയാണ് നമ്മുടെ ആകാശ. ആര്യം പറയണ്ട്, ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ, ഇപ്പൊ അച്ഛന് 1 കോടി രൂപ കൊടുത്തേ പറ്റൂ. അച്ഛന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല. അല്ല, അനുമോൾക്ക് വേണ്ടി ഒരു 70 പവൻ മാറ്റി വെച്ചെന്ന് പറയില്ലേ, ഈ 70 പവന്റെ ഇപ്പത്തെ മൂല്യം അനുസരിച്ച് 1 കോടിക്ക് മുന്നിൽ പോകും. പക്ഷെ ആരും ഇപ്പൊ ഗോൾഡ് എടുക്കുന്നില്ലല്ലോ ഏട്ടാ, അതും പ്രശ്നമാണ്. ഗോൾഡ് വിൽക്കാനോ ഒന്നിനും സാധിക്കില്ല, പണയം വെക്കാൻ 70 പവൻ പറ്റത്തൂല്ല. പിന്നെയുള്ള 10 ലക്ഷം രൂപ, ആ 10 ലക്ഷം രൂപ കൊണ്ട് എന്താവാനാണ്? ഇനിയിപ്പോ എന്തട ചെയ്യാൻ പറ്റുക? നമുക്ക് എന്തെങ്കിലും ലോൺ എടുക്കാൻ വേണ്ടി ശ്രമിച്ചാലോ? എടാ, ലോൺ എടുക്കണമെങ്കിൽ ഈട് വെക്കണ്ടേ? അതിനും പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, അച്ഛൻ മുന്നിൽ കാണുന്ന എന്താ വെച്ചാ അതുപോലെ ചെയ്യാം, അത് നമുക്കൊന്നും ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം. അപ്പൊ ആകാശ് പറഞ്ഞിട്ട് ശരിയാടാ, എന്തായാലും അച്ഛനെ ഈ കുരുക്കി നമുക്ക് രക്ഷപ്പെടുത്തിയേ പറ്റൂ എന്ന് പറയണം. അങ്ങനെ നമ്മുടെ ആര്യനും ആകാശ് അതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. ഇനി ഇപ്പൊ എന്താ ചെയ്യാന്നൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. വീട്ടിലെത്തുമ്പോഴേക്കും ആകാശ് ആകെ വിഷമത്തിലാണ്. മീനാക്ഷി ചോദിക്കേണ്ടത്, എന്ത് പറ്റി ആകാശേ എന്ന് പറയുമ്പോഴേക്കും മീനുക്ക് അറിയാവുന്നതല്ലേ, 1 കോടി രൂപയാണ് ഒരു മാസത്തിനുള്ളിൽ അച്ഛൻ കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ല, നമുക്കും നഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ മീനു, അവരെന്താ അത് കണക്കിലെടുക്കാത്തത്? നമുക്ക് എത്ര ലക്ഷം രൂപ പോയി, ഒരു 5-6 ലക്ഷം രൂപ ഇവന്റ് മാനേജ്മെന്റ് കാര്യമൊന്നും, അതുപോലെ തന്നെ അതും ഇതും ആഭരണങ്ങളും, പിന്നെ ഇവിടുത്തെ കുട്ടിയാഘോഷം, ബന്ധുക്കൾക്കൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കല്, അപ്പൊ വാഹനം അറേഞ്ച് ചെയ്യല്, എല്ലാത്തിനും കൂടി നമുക്ക് ഇത്രയോ ലക്ഷം രൂപ ചെലവായില്ലേ? അതൊന്നും പറഞ്ഞാൽ അവര് കേൾക്കില്ല. അവരുടെ വിചാരം നമ്മൾ അവരെ മനഃപൂർവ്വം കരിവാരി തേച്ചു എന്നല്ലേ. അല്ല, ഇന്ന് ആകാശും ആര്യനും കൂടി അയാളെ കാണാൻ പോയെന്ന് പറഞ്ഞില്ലേ, ആ ജീവൻ എന്താ പറഞ്ഞത്? അയാള് നല്ലൊരു മനുഷ്യനായിരുന്നല്ലോ. നല്ലൊരു മനുഷ്യൻ വിവാഹം നടത്താൻ വേണ്ടി വെറുതെ പൊയ്മുഖം എടുത്ത് അണിഞ്ഞതാണ്. ഇപ്പത്തെ കാലത്ത് മീനുക്ക് തോന്നുന്നുണ്ട് ഏതെങ്കിലും പയ്യൻ അങ്ങനെ പറയുമെന്ന്? അങ്ങനെ പറഞ്ഞ പയ്യന്മാരുണ്ടാകും, അത് അങ്ങനത്തെ പയ്യന്മാരായിരിക്കണം. പക്ഷെ ഈ ജീവനുണ്ടല്ലോ, നമ്മുടെ ഇപ്പത്തെ സമൂഹത്തിൽ കാണുന്ന അതേ പയ്യൻ തന്നെയാണ്. അതെന്താ ആകാശേ അങ്ങനെ പറഞ്ഞത്? അല്ല, ചില പെണ്ണുങ്ങളൊന്നും സ്ത്രീധനം വേണ്ട, എല്ലാം അവൾക്ക് കൊടുത്തോ പറഞ്ഞിട്ട് കെട്ടിക്കൊണ്ട് കഴിഞ്ഞ് ഒരു കുഞ്ഞു ആയി കഴിയുമ്പോഴേക്കും അവന്മാരുടെ സ്വഭാവം പുറത്തെടുക്കും. അങ്ങനെ ആവുമ്പോഴാണ് ആ സ്ത്രീകൾ ആ പെൺപിള്ളേര് ഒന്നും അറിയാതെ അവര് ആത്മഹത്യ ചെയ്യണത്. ആ സെയിം സെറ്റപ്പ് ആ ജീവൻ. എനിക്കൊരു കാര്യം മനസ്സിലായി, ജീവനെ നമ്മുടെ അനുമോള് കെട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ അവൾ 1 മാസത്തിനുള്ളിൽ കെട്ടിത്തൂങ്ങി ചത്താനെ. അത്രക്ക് മോശപ്പെട്ടവനാണോ? ഞങ്ങളും പോയി കണ്ടതാണല്ലോ ഈ ജീവന. നിങ്ങൾ പോയി കണ്ടുവന്നോ? അതെ, അന്ന് അലോകും അതുപോലെ തന്നെ അനുവും തമ്മിൽ ആ ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു എന്ന് അനുക്ക് ജീവനോട് തുറന്നു പറയണോന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനും മിത്രയും കൂടി അനുവിനെയും കൂട്ടി ജീവനെ കാണാൻ വേണ്ടി പോയി. അന്ന് അനു കാര്യങ്ങളൊക്കെ അവനോട് തുറന്നു പറയുകയും ചെയ്ത്. അപ്പൊ അവൻ എന്ത് പറഞ്ഞു? അവനും ഇതുപോലത്തെ ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു, ആ പെണ്ണ് അവനെ തേച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് രണ്ടുപേരും സംസാരിച്ച് കോംപ്രമൈസ് ആയതാണ്. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടായല്ലേ? ഉണ്ടായിരുന്നു. പക്ഷെ ആ ജീവനാണ് ഇപ്പൊ ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ എന്തായാലും വിവാഹം നടക്കാൻ വേണ്ടി പല അടവുകളും കാണിച്ചാണ്. അവനും കൊള്ളാം, അവന്റെ അമ്മയും കൊള്ളാം, അച്ഛനും കൊള്ളാം. അവന്റെ അമ്മ ഇവിടെ നിന്നൊരു തുള്ളല് കണ്ടില്ലേ, പാവച്ചൻ തല കുമ്പിട്ട് നിൽക്കേണ്ടി വന്നു. അല്ല, നമുക്ക് ഇനിയിപ്പോ എന്താ മീനു ചെയ്യാൻ പറ്റുക? എന്തെങ്കിലും വഴിയുണ്ടോ? അല്ല ആകാശേ, ഞാൻ കമ്പനിന്ന് വേണമെങ്കിൽ PF വലിക്കാം. ഇത്രയും നാള് ഞാൻ പണിയെടുത്തതിന്റെ 2 വർഷത്തിനടുത്തായല്ലോ. ആ പൈസയും കാര്യങ്ങളും PF കുറച്ച് എമൗണ്ട് ഉണ്ടാവും. പക്ഷെ എന്നാലും
ഇത്രയും എമൗണ്ട് ഇങ്ങനെ കൊടുത്തത് ഒരു മാക്സിമം എന്നെ കൊണ്ട് ഒരു 5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ല ദേവിയുടെ അച്ഛനോട് ചോദിച്ചു നോക്കിയാലോ ആകാശ് പറയുമ്പോഴേക്കും നമ്മുടെ മീനു ബെസ്റ്റ് ഒരു 10 ലക്ഷം രൂപ കൊടുത്തതിന്റെ കാര്യം അറിയാലോ. ഇനിയിപ്പോ 10 ലക്ഷം രൂപയെങ്കിലും അയാൾക്ക് കടം മേടിക്കണമെങ്കിൽ എന്തൊക്കെ കേൾക്കണം. ഇനിയിപ്പോ ഒരു മാസം എന്നല്ല അച്ഛൻ ഒരു വർഷം അവർക്ക് അവധി പറയേണ്ടി വരും. എന്നാലും ചോദിച്ചു നോക്കാവുന്നതാണ്. കുറേശ്ശെ എല്ലാവരുമായിട്ട് സഹകരിച്ച ചിലപ്പോ 1 കോടി രൂപ ഉണ്ടാക്കാൻ പറ്റിയാലോ. പറയണ്ടേ, എന്നാലും 1 കോടി രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും അപ്പോഴും സംശയമാണ് അറിയാം. നമ്മളെല്ലാവരും കൂടി ശ്രമിച്ചാൽ മാക്സിമം 20 ലക്ഷം രൂപ, അതിനപ്പുറം പോവില്ല. അല്ലെങ്കിൽ പിന്നെ ഈ വീട് അങ്ങോട്ട് എന്താണ് എന്തെങ്കിലുമൊക്കെ ഈടായിട്ട് കൊടുത്തിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണമെന്ന് പറയാണ്. അപ്പോഴും എന്തെങ്കിലും പ്രശ്നവും വള്ളിക്കെട്ടുണ്ടാവും. ഈ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതല്ലേ. അതും അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയിരുന്നെങ്കിൽ കുഴപ്പമില്ല. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയുമില്ല. കയ്യിലുള്ളത് അച്ഛൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് മാറ്റി വെച്ച നീക്കിയിരിപ്പൊക്കെ ഉപയോഗിക്കാന്ന് കേൾക്കുമ്പോക്കും സഹിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറയാണ്. നമുക്ക് നോക്കാം മീനാക്ഷി, എന്തെങ്കിലും വഴി ഉണ്ടാകും എന്ന് ആകാശം പറയുന്നുണ്ട്. ആര്യനും മിത്രക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. മിത്ര പറയണ്ട് എന്റെ കയ്യിൽ ഒന്നും ഇല്ലാതെ പോയല്ലോ ആര്യ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ തന്ന് സഹായിച്ചാനെ. അല്ല അച്ഛനോടൊന്ന് ചോദിച്ചാലോ? ആര്? നിന്റെ അച്ഛനോടോ? അതെ, അച്ഛൻ ചിലപ്പോ സഹായിച്ചാലോ? അച്ഛൻ പുറമേ ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ആര്യ എന്നോട് ഭയങ്കര സ്നേഹമാ. അച്ഛന്റെ കയ്യിൽ പൈസ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അച്ഛനോട് ചോദിച്ചാലോ? വല്ല കള്ളപ്പണോ ആയിരിക്കും. ആര്യ എന്തിനാര്യ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എന്റെ അച്ഛനും പാവമാണ്. പാവം, അതിനെക്കുറിച്ചൊന്നും നീ പറയണ്ട. അവരുടെ 10 പൈസ വേണ്ട. ആര്യന്റെ സ്വഭാവം അങ്കിളുടെ സ്വഭാവം പോലെ തന്നെയാണ്. ഭയങ്കര മറ്റുള്ളവർക്ക് മുമ്പിൽ കൈ നീട്ടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അവസാനം ഇങ്ങനെയുള്ള ആൾക്കാർ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. ആത്മഹത്യ ചെയ്യേണ്ടി വന്നാലും കുഴപ്പമില്ല, കൃഷ്ണമംഗലം കാലത്ത് കൈ നീട്ടാൻ നിൽക്കണ്ട. ഞാൻ എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലും ലോൺ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എവിടെന്നെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെ പൈസ ഉണ്ടാക്കാം. 1 കോടി രൂപ നിസ്സാര പൈസയാണോ ആര്യ? വില 10 20 ലക്ഷം രൂപയ്ക്ക് കുഴപ്പമില്ല. ശരിക്കും പറയും നഷ്ടപരിഹാരമായിട്ട് 1 കോടി രൂപ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ആര്യ? ശരിക്കും അത്ര ആവശ്യമൊന്നും ഇല്ലടേ. വില 10 ലക്ഷം കൊടുത്താൽ തീരേണ്ട പ്രശ്നമേ ഉള്ളത്. സാധാരണ നഷ്ടപരിഹാരത്തിന്റെ കേസൊക്കെ പോയി കഴിയുമ്പോൾ 5 6 ലക്ഷം രൂപയെ കൊടുക്കണുള്ളൂ. പക്ഷേ ഇതിപ്പോ അവരുടെ നാണം കെടുത്തി ആ കേസ് ഈ കേസ് എന്നൊക്കെ പറഞ്ഞ് അവര് നമ്മളെ ഒരുപാട് വലപ്പിക്കും. പിന്നെ അവര് പറഞ്ഞ തുക കൊടുക്കേണ്ടി വരും. എന്നാലും 1 കോടിയൊന്നും അത്രയൊന്നും ആവത്തില്ല. എന്ന് നമുക്ക് കേസിന് പോയാലോ എന്ന് മിത്ര ചോദിക്കണം. ഞാൻ അതിന്റെ അച്ഛനോട് സംസാരിച്ചു. അച്ഛൻ അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് പറയാണ്. എന്തായാലും ഇതിന്ന് നമുക്ക് രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് പറയാണ്. ഗോമതിയുടെ ഗോൾഡ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഒന്നിനും ആവുന്നില്ല കേട്ടോ. സുകന്യ പറയണ്ടോ, ഞാൻ കുറച്ചു ദിവസം വീട്ടിൽ പോയി നിന്നാലോ എന്ന് ആലോചിക്കുക. അതെന്താ, എല്ലാം ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ, അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വരാം. അപ്പൊ അങ്ങനെയാണ്, വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ നീ ഇവിടുന്ന് ഒളിച്ചോടാണ് പതിവല്ലേ? അതുകൊണ്ടല്ല. അല്ല സുകന്യ, ഒരു കാര്യം ചോദിച്ചിട്ടെ, നിന്റെ അക്കൗണ്ടിൽ എന്തെങ്കിലും പൈസ ഉണ്ടോ? എന്തെങ്കിലും നീക്കിയിരിപ്പ്? എന്റെ കയ്യിൽ ഒന്നുമില്ല ധർമ്മേട്ട. ഉണ്ടെന്നുണ്ടെങ്കിൽ ധർമ്മേട്ട മുമ്പിൽ എപ്പോഴും ഞാൻ കൈ നീട്ടിക്കൊണ്ടിരിക്കോ? എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യുന്ന അറിയില്ല. ബാലട്ടൻ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിലും അനുവിന്റെ വിവാഹത്തിന് 70 ലക്ഷം രൂപയും ഒരു കാറും 70 പവനും 10 ലക്ഷം രൂപയും ഒരു കാർ എന്നൊക്കെ പറഞ്ഞ ബാലേട്ടനാ. ഇതൊക്കെ നിസ്സാരമാണെന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് സുകന്യ കിടന്ന് ഉറങ്ങുവാട്ടോ ചെയ്യണത്. അപ്പൊ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇനി നാളെയും മറ്റന്നാളും കാണാൻ വേണ്ടി പോകുന്നത്. പക്ഷെ തമിഴിലൊരു ഭാഗമുണ്ട്. തമിഴിൽ 1 കോടിയൊന്നുമല്ല 10 ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ കേട്ടോ. അത് കുഴപ്പമില്ല, 10 ലക്ഷം രൂപയല്ലേ ചോദിച്ചുള്ളൂ. പക്ഷെ 1 കോടി കുറച്ചങ്ങോട്ട് കൂടിപ്പോയി. ആ 10 ലക്ഷം രൂപ നമ്മുടെ മീനാക്ഷിയാണ് കേട്ടോ കൊടുക്കണത്. അത് നമ്മുടെ ആകാശിന്റെ കയ്യിലിരിപ്പോണ്ടാണ്. അത് ഞാൻ ഓൾറെഡി ഇന്നലെ റിവ്യൂ ഇട്ടില്ലേ. അപ്പൊ അതിൽ ആ ഒരു ഭാഗം മലയാളത്തിൽ കട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ തമിഴിൽ അതുകൊണ്ട് മീനാക്ഷിയാണ് ഈ 10 ലക്ഷം രൂപ കൊണ്ടേ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ മീനാക്ഷിക്ക് 10 ലക്ഷം രൂപ കൊണ്ടേ കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ ഇപ്പൊ 1 കോടി രൂപയല്ലേ, അതുകൊണ്ട് മീനാക്ഷിനെ കൊണ്ട് താങ്ങോന്ന് അറിയില്ല. എന്തായാലും തമിഴിൽ രക്ഷപ്പെടുത്താതെ ഇവിടെ കഴിഞ്ഞ് രക്ഷപ്പെടുത്താൻ നമ്മുടെ മീനാക്ഷിയാണ് കേട്ടോ. അത് മറ്റൊരു കാര്യം. അപ്പൊ ഇവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആര് വരും നോക്കാം. എന്തായാലും നമ്മുടെ മീനാക്ഷിയാണെന്ന് തന്നെയാണ് ഞാൻ പറയണത്. കാരണം തമിഴിൽ അങ്ങനെയാണ്. ഞാനിപ്പോ കണ്ടേ ഉള്ളൂ ആ ഒരു എപ്പിസോഡ്. എന്താ മലയാളത്തിൽ വരാൻ വേണ്ടി ഞങ്ങൾക്ക് കാത്തിരിക്കാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.